ഇന്ന് വർഷപ്രതിപദം. ഭാരത കാലഗണന പ്രകാരം ഔദ്യോഗിക ദേശീയ വർഷമായ ശകവർഷത്തിന്റെ ആരംഭം. സൃഷ്ടിയുടെ ആരംഭമായി സനാതനധർമ്മ വിശ്വാസികൾ കാണുന്ന ഈ സുദിനത്തിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന മഹാപ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ എന്ന ഡോക്ടർ ജിയുടെ ജന്മദിനവും. ഭാരതീയ കാലഗണന പ്രകാരം യുഗാബ്ദമായ കലിവർഷവും ഔദ്യോഗിക ദേശീയ വർഷമായ ശകവർഷവും ആരംഭിക്കുന്ന ദിനമാണ് വർഷപ്രതിപദ അഥവാ യുഗാദി. ശാകന്മാരെ തോൽപ്പിച്ച് വിക്രമാദിത്യനും ഹൂണന്മാരെ പരാജയപ്പെടുത്തി ശാലിവാഹനനും ഭാരതീയ ക്ഷാത്രവീര്യമുയർത്തി സ്വരാജ്യം സ്ഥാപിച്ച സുദിനം. സനാതനധർമ്മ വിശ്വാസികൾക്ക് ഇത് സൃഷ്ടിയുടെ ആരംഭവും പുതുവർഷവുമാണ്. ഭാരതത്തിൻ്റെ എല്ലാ മേഖലയിലും പല പേരിൽ യുഗാദി ആഘോഷമാകുന്നു. ഈ വിജയദിനത്തിലാണ് ഹൈന്ദവ സമൂഹത്തിൻ്റെ നട്ടെല്ലായി മാറിയ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാറിൻ്റെ ജനനവും. വിശ്വത്തിൻ്റെ മുഴുവൻ മാർഗദീപമാകുക എന്ന ഭാരതത്തിൻ്റെ നിയോഗം സാക്ഷാത്കരിക്കാൻ ഈ നാടിൻ്റെ ജനതയെ സംഘടിത ശക്തിയാക്കി മാറ്റാൻ ഉതകുന്ന സംഘടനാ കർമ്മ പദ്ധതി രൂപീകരിച്ച യുഗപ്രഭാവൻ്റെ ജന്മദിനം. ജന്മനാ ദേശഭക്തനായ ഡോക്ടർ ജി തൻ്റെ ജീവിതം മുഴുവൻ രാഷ്ട്രത്തിനായി സമർപ്പിച്ചു. 1888 യുഗാദി ദിനത്തിലാണ് കേശവ ബലിറാം ഹെഡ്ഗേവാറിൻ്റെ ജനനം. ബലിറാം പന്ത് ഹെഡ്ഗേവാറും രേവതി ഭായിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. ആത്മവിസ്മൃതിയിലാണ്ടുപോയ ഒരു ജനതയ്ക്ക് സമന്വയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്വാഭിമാനത്തിൻ്റെയും സന്ദേശങ്ങൾ പകർന്നു നൽകാൻ ലക്ഷ്യമിട്ട് 1925 ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ രാഷ്ട്രീയ സ്വയംസേവക സംഘം ആരംഭിക്കുന്നത്. ഭാരതത്തിൻ്റെ കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനെന്ന നിലയിൽ ഡോക്ടർ ജിയുടെ സംഭാവന ഏറെ വിലപ്പെട്ടതാണ്. ബ്രിട്ടനെ ആക്രമിച്ചു ഭരിക്കുവാനോ അധീനമാക്കുവാനോ ഞങ്ങൾക്ക് തെല്ലും ഉദ്ദേശമില്ല. ബ്രിട്ടീഷുകാർ ബ്രിട്ടൻ ഭരിക്കുന്നത് പോലെ, ജർമ്മൻകാർ ജർമ്മനി ഭരിക്കും പോലെ ഞങ്ങൾക്ക് മാതൃഭൂമിയിൽ സ്വയംഭരണം നടത്താൻ അവകാശമുണ്ട്. പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് നേടുന്നതുവരെ ശാന്തമായി അടങ്ങിയിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. നാഗപ്പൂരിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പ്രസംഗിച്ചതിന് വിചാരണ ചെയ്യപ്പെടവേ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ കോടതിയിൽ നടത്തിയ വിശദീകരണ പ്രസംഗത്തിൽ നിന്നുള്ള വരികളാണിവ. പ്രസംഗത്തെക്കാൾ രാജ്യദ്രോഹമാണ് അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലമെന്നും അതിലും കടുത്തതാണ് വിചാരണ വേളയിൽ നടത്തിയ പ്രസംഗമെന്നും വിധിച്ചാണ് ജഡ്ജി ഡോക്ടർ ജിക്ക് 1 വർഷത്തെ കഠിന തടവ് നൽകിയത്. സംഘസ്ഥാപനത്തിന് ശേഷവും സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. 1930 നിയമലംഘന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വനസത്യാഗ്രഹം നടത്തി അദ്ദേഹം വീണ്ടും ജയിൽവാസം അനുഷ്ഠിച്ചിരുന്നു. എല്ലാം രാഷ്ട്രത്തിൻ്റെതാണെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഉയർന്നു വന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ചാലും ഭാരതം വീണ്ടും അടിമത്തത്തിലകപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ ആ ക്രാന്തദർശി 1925 സെപ്റ്റംബർ 27 നാഗപ്പൂരിലെ മോഹിതവാഡയിലെ മൈതാനത്ത് ആദ്യ ശാഖയ്ക്ക് തുടക്കമിട്ടു. സ്വാതന്ത്ര്യമെന്നത് കേവലം രാഷ്ട്രീയ അധികാരമാറ്റം മാത്രമല്ലെന്നും ഭാരതം അതിൻ്റെ സ്വത്വത്തിലും മൂല്യത്തിലും അടിസ്ഥാനപ്പെടുത്തി ഉയർന്നുവരുന്ന ജീവിത വ്യവസ്ഥയാണെന്നുമുള്ള ഡോക്ടർ ജിയുടെ ബോധ്യത്തിൽ നിന്നാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം പിറവികൊള്ളുന്നത്. RSSന്റെ ശാഖകളിലൂടെ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ ജീവൻ മാതൃകകളായ വ്യക്തികളെ വാർത്തെടുക്കുന്ന കർമ്മ പദ്ധതിക്ക് അദ്ദേഹം രൂപം നൽകി. ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ലക്ഷോപലക്ഷം പ്രവർത്തകരിലൂടെ ശാഖോപശാഖകളായി സംഘത്തിൻ്റെ പ്രവർത്തനം സമാജ പരിവർത്തനത്തിന് കാരണമായി. ഭാരതം ഇന്ന് അതിൻ്റെ എല്ലാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ച് ലോക ഗുരുസ്ഥാനത്തേക്ക് അടുക്കുകയാണ്. രാഷ്ട്രമാണ് ആദ്യമെന്ന മൂലമന്ത്രം ഒരു സമാജത്തിന് മുഴുവൻ പകർന്നു നൽകിയ ആ യുഗപ്രഭാവന് ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാറിന് ടീം ജനത്തിൻ്റെ പ്രണാമം. ന്യൂസ് ഡെസ്ക്, ജനം.